ഹായ്, ഒരു മൊമെന്ററി ഇൻപുട്ട് സിഗ്നൽ സഹിതം ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ കൊണ്ട് ഒരു ന്യൂമാറ്റിക് കൺട്രോൾ സർക്യൂട്ട് നിർമ്മിക്കുക എന്ന ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ സമാപനത്തോടെ നിങ്ങൾക്ക് ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെയും 5 പോർട്ട് 2 പൊസിഷൻ വാൽവിന്റെയും പ്രവർത്തന തത്വം, ട്രെയിനർ ബോർഡിന്മേലുള്ള സർക്യൂട്ട് അസംബിൾ ചെയ്യൽ, സർക്യൂട്ടിന്റെ പ്രവർത്തനം പരിശോധിക്കൽ എന്നിവ അറിയാൻ കഴിയും. ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ എന്നത് കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് ലോഡ് തള്ളുവാനും വലിക്കുവാനും കഴിയുന്ന ഒരു ആക്ച്വേറ്ററാണ്. ഇനി നമുക്ക് ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ മുഖ്യ ഭാഗങ്ങൾ നോക്കാം. ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന് എയർ സപ്ലൈക്കായി 2 പോർട്ടുകളുണ്ട്. ഇൻപുട്ട് പോർട്സ് എയർ സപ്ലൈ ചെയ്യുന്നു. സിലിണ്ടറിനകത്ത് പിസ്റ്റൺ മുന്നോട്ടും പുറകോട്ടും ചലിക്കുന്നു. പിസ്റ്റൺ ചലനത്തിനായി സിലിണ്ടർ എയറിനെ തടഞ്ഞു വയ്ക്കുന്നു. പിസ്റ്റൺ റോഡ് പിസ്റ്റണെയും ഒരു ലോഡിനെയും കണക്ട് ചെയ്യുന്നു. പിസ്റ്റണ് കുറുകെ ഉണ്ടാകുന്ന ലീക്കേജിനെ പിസ്റ്റൺ സീൽ തടയുന്നു. സിലിണ്ടറിൽ നിന്ന് അന്തരീക്ഷത്തിലേക്കുള്ള എയർ ലീക്കേജിനെ റോഡ് സീൽ തടയുന്നു. എയർ പാസേജ് അടങ്ങുന്ന സിലിണ്ടറിന്റെ ഭാഗമാണ് പിസ്റ്റൺ എൻഡ്. ഇത് പിസ്റ്റൺ സൈഡിനോട് കണക്ട് ആണ്. എയർ പാസേജ് അടങ്ങുന്ന സിലിണ്ടറിന്റെ ഭാഗമാണ് റോഡ് എൻഡ്. ഇത് പിസ്റ്റൺ റോഡ് സൈഡിനോട് കണക്റ്റഡ് ആണ്. ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ മുഖ്യ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാം. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. പോർട്ട് എയിലൂടെ എയർ സപ്ലൈ ചെയ്യുമ്പോൾ പിസ്റ്റണിന്മേൽ ഫോഴ്സ് ചെലുത്തുന്നു. അങ്ങനെ അത് മുന്നോട്ട് നീങ്ങുന്നു. ഈ ചലനത്തെ ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയുന്നു. ഫോർവേഡ് സ്ട്രോക്ക് സമയത്ത് റോഡ് സൈഡിൽ അതിനകമുള്ള എയർ പോർട്ട് ബിയിലൂടെ പുറന്തള്ളപ്പെടുന്നു. എയർ പുറന്തള്ളപ്പെടുന്നില്ലെങ്കിൽ പിസ്റ്റൺ ചലനം നിന്നുപോകും. പോർട്ട് ബിയിലൂടെ എയർ സപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്തുള്ള എയർ പോർട്ട് എയിലൂടെ പുറന്തള്ളപ്പെടുകയും പിസ്റ്റൺ പിൻവാങ്ങുകയും ചെയ്യുന്നു. ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ അടയാളമാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിനെ നിയന്ത്രിക്കാൻ, അഥവാ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ കൊണ്ട് ലോഡ് തള്ളുകയും വലിക്കുകയും ചെയ്യാൻ മുഖ്യ കൺട്രോൾ എലിമെന്റായി നിങ്ങൾക്ക് എപ്പോഴും 3 പോർട്ട് 2 പൊസിഷൻ ഡിറക്ഷൻ കൺട്രോൾ വാൽവ് വേണം. ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കുവാൻ പോർട്സ് എയും ബിയും തമ്മിലെ എയറിന്റെ ദിശ മാറേണ്ടത് ആവശ്യമാണ്. അതിനാൽ 2 ഔട്ട്പുട്ട് പോർട്സ് ഉള്ള ഒരു വാൽവ് ആവശ്യമാണ്. 5 പോർട്ട് 2 പൊസിഷൻ വാൽവിന് 2 ഔട്ട്പുട്ട് പോർട്സ് ഉണ്ട്. അതിന്റെ ഘടന ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇനി നമുക്ക് 3 പോർട്ട് 2 പൊസിഷൻ വാൽവിന്റെ മുഖ്യ ഭാഗങ്ങൾ നോക്കാം. ഇതിൽ ഒരു വാൽവ് ബോഡി, സ്പൂൾ, ഇൻപുട്ട് പോർട്ട്, ഔട്ട്പുട്ട് പോർട്ട്, എക്സോസ്റ്റ് പോർട്ട് എന്നിവ അടങ്ങുന്നു. സ്പൂളും പോർട്സും ചലിപ്പിക്കാനുള്ള കാവിറ്റി വാൽവ് ബോഡി നൽകുന്നു. വാൽവ് ബോഡിക്കകത്ത് ചലിക്കുമ്പോൾ പ്രവാഹപഥം മാറ്റുന്ന ഒരു എലിമെന്റാണ് സ്പൂൾ. വാൽവിലേക്ക് എയർ പ്രവേശിക്കുന്ന ഇൻപുട്ട് പോർട്ട്, അതിനെ പി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. വാൽവിൽ നിന്ന് എയർ പുറത്തു വരുന്ന ഔട്ട്പുട്ട് പോർട്ട്, ഔട്ട്പുട്ട് പോർട്സിനെ എ എന്നും ബി എന്നും സൂചിപ്പിച്ചിരിക്കുന്നു. വായുവിനെ പുറന്തള്ളുന്ന എക്സോസ്റ്റ് പോർട്ട്, എക്സോസ്റ്റ് പോർട്സിനെ ആർ എന്നും എസ് എന്നും സൂചിപ്പിച്ചിരിക്കുന്നു. വാൽവിലെ വായുപ്രവാഹ പഥത്തിന്റെ
ദിശയുടെ നിലയെയാണ് ശരം അഥവാ ആരോ കാണിക്കുന്നത്. ഒരു പൊസിഷനിൽ പോർട്സ് പി എ ബിയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. അതുപോലെ പോർട്സ് എ എക്സ്ഹോസ്റ്റ് ആകുന്നത് ആറിലൂടെ, എന്നാൽ എക്സോസ്റ്റ് പോർട്ട് എസ് അടഞ്ഞിരിക്കും. മറ്റൊരു പൊസിഷനിൽ പോർട്സ് ബി എയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. അതുപോലെ പോർട്ട് ബി എക്സ്ഹോസ്റ്റ് ആകുന്നത് എസിലൂടെ, എന്നാൽ എക്സ്ഹോസ്റ്റ് പോർട്ട് 6 അടഞ്ഞിരിക്കും. 5 പോർട്ട് 2 പൊസിഷൻ വാൽവിന്റെ ചിഹ്നത്തിലേക്ക് നോക്കുക. 5 പോർട്ട് 2 പൊസിഷൻ വാൽവിന്റെ മുഖ്യ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാം. അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സർക്യൂട്ട് ഇതാണ്. തുടക്കത്തിൽ ഈ സർക്യൂട്ട് നോർമൽ പൊസിഷനിൽ, അതായത് സ്പ്രിംഗ് ഓപ്പറേറ്റ്സ് പൊസിഷനിൽ ആണ്. സപ്ലൈ ഡിറക്ഷൻ പിയിൽ നിന്ന് ബിയിലേക്കും എയിൽ നിന്ന് ആറിലേക്കുമാണ്. അതിനാൽ ആക്ച്വേറ്റ് ചെയ്തിട്ടില്ലാത്ത പക്ഷം പിസ്റ്റൺ എപ്പോഴും റിട്രാക്ട് പൊസിഷനിലാണ്. പുഷ് ബട്ടൺ പ്രവർത്തിപ്പിച്ചാൽ വാൽവിനകത്തെ എയർ ഫ്ലോ പഥം മാറുന്നു. അങ്ങനെ സപ്ലൈ ഡിറക്ഷൻ പിയിൽ നിന്ന് എയിലേക്കും ബിയിൽ നിന്ന് എസിലേക്കുമാകുന്നു. അത് കാരണം പിസ്റ്റൺ മുന്നോട്ട് നീങ്ങുന്നു. ബട്ടൺ അമർത്തി ഡി ആക്ച്വേറ്റ് ചെയ്താൽ പിസ്റ്റൺ പിന്മാറുന്നു. ഇനി നമുക്ക് ഒരു 5 പോർട്ട് 2 പൊസിഷൻ വാൽവ് ഉപയോഗിക്കുന്ന ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ ടൂൾസും മെറ്റീരിയൽസും ഏവയെന്ന് നോക്കാം. ട്രെയിനർ ബോർഡ്, ന്യൂമാറ്റിക് സോഴ്സ് അഥവാ കംപ്രസർ, PU ട്യൂബ്, FRL യൂണിറ്റ്, 5 പോർട്ട് 2-വേ വാൽവ്, സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഒരു 5 പോർട്ട് 2 പൊസിഷൻ വാൽവ് ഉപയോഗിക്കുന്ന ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കുന്നതിന് നിങ്ങൾ ആദ്യം ട്രെയിനർ ബോർഡിന്മേൽ കമ്പോണന്റ് സജ്ജീകരിക്കണം. ഉദാഹരണത്തിന് ന്യൂമാറ്റിക് സോഴ്സ്, 5 പോർട്ട് 2 പൊസിഷൻ വാൽവ്, FRL എന്നിവ സജ്ജീകരിക്കുക. ഇവിടെ കാണിച്ചിട്ടുള്ള കമ്പോണൻസിന് ISO 1219 ചിഹ്നങ്ങൾ ഉള്ളത് നോക്കുക. ഒരു 5 പോർട്ട് 2 പൊസിഷൻ വാൽവ് ഉപയോഗിക്കുന്ന സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കാനുള്ള സർക്യൂട്ട് ഡയഗ്രാം ഇതാ. ആരംഭത്തിൽ സർക്യൂട്ട് നോർമൽ പൊസിഷനിൽ ആണ്, അതായത് സ്പ്രിംഗ് ഓപ്പറേറ്റ്സ് പൊസിഷൻ. സപ്ലൈ ഡിറക്ഷൻ പിയിൽ നിന്ന് ബിയിലേക്കും എയിൽ നിന്ന് ആറിലേക്കും. അതിനാൽ ആക്ച്വേറ്റ് ചെയ്തിട്ടില്ലാത്ത പക്ഷം പിസ്റ്റൺ എപ്പോഴും റിട്രാക്ട് പൊസിഷനിൽ ആണ്. പുഷ് ബട്ടൺ പ്രവർത്തിപ്പിച്ചാൽ വാൽവിനകത്തെ എയർ ഫ്ലോ പഥം മാറുന്നു. അങ്ങനെ സപ്ലൈ ഡിറക്ഷൻ പിയിൽ നിന്ന് എയിലേക്കും ബിയിൽ നിന്ന് എസിലേക്കുമാകുന്നു. അത് കാരണം പിസ്റ്റൺ മുന്നോട്ട് നീങ്ങുന്നു. ബട്ടൺ അമർത്തി ഡീആക്ച്വേറ്റ് ചെയ്താൽ പിസ്റ്റൺ പിന്മാറുന്നു. ഇനി നമുക്ക് സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ച വിധം കമ്പോണൻസ് എങ്ങനെ സജ്ജീകരിക്കാം എന്ന് നോക്കാം. ആദ്യം ട്രെയിനർ ബോർഡിന്മേൽ കമ്പോണന്റ് സജ്ജീകരിക്കുക. ശേഷം സോഴ്സിനെ FRLിലേക്കും FRLനെ 5 പോർട്ട് 2 പൊസിഷൻ വാൽവിന്റെ ഇൻപുട്ട് പോർട്ട് 1ലേക്കും കണക്ട് ചെയ്യുക. അടുത്തതായി 5 പോർട്ട് 2 പൊസിഷൻ വാൽവിന്റെ പോർട്ട് 2ഉം 4ഉം ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ ഇൻപുട്ട് പോർട്ട് എയിലേക്കും ബിയിലേക്കും കണക്ട് ചെയ്യുക. കണക്ഷൻസ് ശരിയായിട്ടുണ്ടെന്നും എയർ സപ്ലൈ ചെയ്യുമെന്നും ഉറപ്പുവരുത്തുക. ജോയിൻസിൽ എയർ ലീക്സ് ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഇനി സർക്യൂട്ടിന്റെ പ്രവർത്തനം പരിശോധിക്കുവാൻ ആദ്യം പുഷ് ബട്ടൺ അമർത്തണം. പുഷ് ബട്ടൺ അമർത്തിയാൽ പിസ്റ്റൺ മുന്നോട്ട് നീങ്ങണം. അടുത്തതായി പുഷ് ബട്ടൺ വിടുക. പുഷ് ബട്ടൺ വിട്ടാൽ പിസ്റ്റൺ റീട്രാക്ട് ചെയ്യുന്നു. പുഷ് ബട്ടൺസ് അമർത്തിയും വിട്ടും കൊണ്ട് നിങ്ങൾക്ക് പിസ്റ്റൺ ചലനം നിരീക്ഷിക്കാം. അങ്ങനെ ഒരു 5 പോർട്ട് 2-വേ വാൽവ് കൊണ്ട് ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ ചലനത്തെ നിയന്ത്രിക്കാം എന്ന അനുമാനത്തിലെത്താം.
നാം ഇപ്പോൾ മൊമെന്ററി ഇൻപുട്ട് സിഗ്നൽ സഹിതം ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ കൊണ്ട് ഒരു ന്യൂമാറ്റിക് കൺട്രോൾ സർക്യൂട്ട് നിർമ്മിക്കുക എന്ന ഈ സെഷന്റെ സമാപനത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെയും 5 പോർട്ട് 2 പൊസിഷൻ വാൽവിന്റെയും പ്രവർത്തന തത്വം, ട്രെയിനർ ബോർഡിന്മേലുള്ള സർക്യൂട്ട് അസംബിൾ ചെയ്യൽ, സർക്യൂട്ടിന്റെ പ്രവർത്തനം പരിശോധിക്കൽ എന്നിവ അറിയാൻ കഴിയും.